നമ്മൾ ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിനിലാണ്. ഈ ബെർലിൻ്റെ ഇന്നത്തെ കാഴ്ചകളിലൂടെയല്ല നമ്മൾ സഞ്ചരിക്കുന്നത്. ഈ ബെർലിൻ്റെ 19 വർഷം മുമ്പത്തെ ചരിത്രത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. അന്ന് ഹിറ്റ്ലറുടെ ഭരണകാലം, ഹിറ്റ്ലറുടെ നാസി പാർട്ടി ജർമ്മനി ഭരിക്കുന്ന കാലം, ഹിറ്റ്ലർ ചാൻസലറായി ഭരിക്കുന്ന കാലം, യുദ്ധം കൊടുമ്പുരിക്കൊണ്ട കാലം. ആ കാലഘട്ടത്തിൽ ബെർലിൻ എന്ന ക്ലാസിക് നഗരം പൂർണ്ണമായും തകർന്നടിഞ്ഞുപോയൊരു കാലം. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ സഖ്യകക്ഷികൾ തകർത്ത് കളഞ്ഞ ഒരു ബെർലിൻ. ആ ദുരന്തങ്ങൾക്കെല്ലാം ശേഷം വീണ്ടും കിഴക്ക് നിന്ന് സോവിയറ്റ് യൂണിയനും പടിഞ്ഞാറ് നിന്ന് സഖ്യസേനയും, അതായത് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് ഈ ബെർലിനെ 4 മുറിച്ചെടുത്തൊരു കാലം. യുദ്ധം കഴിഞ്ഞപ്പോൾ യുദ്ധത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. ഹിറ്റ്ലറുടെ പ്രധാന സേനാനായകന്മാരും പ്രധാനികളായ ഭരണാധികാരികളും എല്ലാം ബഹുഭൂരിപക്ഷം പേരും ആത്മഹത്യ ചെയ്തു. മറ്റു പലർ ഏതൊക്കെയോ നാടുകളിലേക്ക് ഒളിച്ചോടി, പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കയിലേക്ക്, പല രാജ്യങ്ങളിലേക്ക്, അർജൻറ്റീനയിലേക്കൊക്കെ. വേറെ അവശേഷിച്ചവരെല്ലാം ഈ സഖ്യസേന പിടികൂടി, അവരെ വിചാരണ ചെയ്തു, പലരെയും വെടിവെച്ച് കൊന്നു, പലരെയും തൂക്കുകയറിലിട്ടു. അങ്ങനെ 3, 4, 5 വർഷം കൊണ്ട് ആ യുദ്ധത്തിൻ്റെ അവശേഷിപ്പുകൾ, നാസി പാർട്ടിയുടെ ഭരണത്തിൻ്റെ അവശേഷിപ്പുകൾ, ആ ഭരണ സംവിധാനത്തിൻ്റെ അവശേഷിപ്പുകൾ എല്ലാം ജർമ്മനിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു. പിന്നെ ഈ ജർമ്മനിയെ ഈ യുദ്ധത്തിൽ വിജയിച്ച കക്ഷികൾ, അവിടെ പിന്നെ ഭരണാധികാരിയില്ല, അവർക്കൊരു രാഷ്ട്രീയമില്ല, നാസി പാർട്ടി ഇല്ലാതായി, നേതാക്കന്മാരെല്ലാം ഇല്ലാതായി, ജർമ്മനി ഒരു ജനക്കൂട്ടം മാത്രമായി. അവരെ സോവിയറ്റ് യൂണിയൻ യുദ്ധത്തിൻ്റെ ചെലവുകൾ വഹിക്കാൻ വേണ്ടി അങ്ങ് ഏറ്റെടുത്തു. കിഴക്കൻ ഭാഗം മുഴുവൻ സോവിയറ്റ് യൂണിയൻ്റേതാണെന്ന് സ്റ്റാലിൻ പ്രഖ്യാപിച്ചു. പടിഞ്ഞാറൻ ഭാഗവും തെക്കൻ ഭാഗവും വടക്കൻ ഭാഗത്തിൻ്റെ കുറേ ഭാഗങ്ങളും ഈ മറ്റ് 3 രാജ്യങ്ങളും ചേർന്ന് വീതം വെച്ചെടുത്തു. അങ്ങനെ ജർമ്മനി എന്ന 3ാം സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി ഹിറ്റ്ലർ വളർത്തിക്കൊണ്ടുവന്ന ഒരു രാഷ്ട്രം, വലിയ പ്രതാപികളായിരുന്ന ജർമ്മൻകാർ 4 രാജ്യങ്ങളുടെ അടിമകളായി ഏതാണ്ട് 19 വർഷം, 1945 മുതൽ 1990 വരെ തുടർന്നു. ഇതാണ് ജർമ്മനിയുടെ ചരിത്രം. ഈ കഥകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ജർമ്മനി എന്ന് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും ആഗ്രഹത്തോടെ പോയി പഠിക്കാനും തുടർന്ന് ജീവിക്കാനും ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ 90കൾ വരെയുള്ള ദയനീയ സ്ഥിതിയുടെ കഥയാണ് ഞാനീ പറയുന്നത്. ഇങ്ങനെയൊരു ചരിത്രത്തിലൂടെ, 90കൾ എന്ന് പറഞ്ഞാൽ നമ്മളിൽ പലരും ജനിച്ച കാലം, അല്ലെങ്കിൽ നമ്മളിൽ പലരും വിദ്യാഭ്യാസം നേടുന്ന കാലം, നമ്മളിൽ പലരും യുവാക്കളായിരുന്ന കാലം, ആ കാലത്തെ ജർമ്മനിയാണ് ഞാനീ പറയുന്നത്. വളരെ അകലെയൊന്നുമല്ല ഈ 90കൾ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഇന്ന് കാണുന്ന ജർമ്മനിയുടെ തലസ്ഥാനം എന്ന ബെർലിനായി ആ ബെർലിൻ മാറുന്നത്. അപ്പോൾ അതിൻ്റെ അവശേഷിപ്പുകൾ ഇന്നും അതേപടി ആ ചരിത്രത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന മട്ടിൽ അവിടെ സംരക്ഷിച്ചിരിക്കുന്നു. റെയ്ഖ്സ്ടാഗ് എന്ന് പറയുന്ന ആ പാർലമെൻറ്റ് മന്ദിരത്തിന് മുന്നിൽ നിൽക്കുമ്പോഴും ഈ കഥകളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കടന്നു പോവുകയാണ്. അതിൻ്റെ മുറ്റം മനോഹരമായി ലോൺ പിടിപ്പിച്ചിരിക്കുന്നു. ഒരു ചരിത്ര സ്മാരകത്തെ എങ്ങനെ സംരക്ഷിക്കണം, പഴയ ആ തീവ്രമായ കഷ്ടകാലത്തിൻ്റെ ചിഹ്നങ്ങളെല്ലാം പേറിക്കൊണ്ട് എങ്ങനെ നിലനിർത്തണമെന്ന് അവർ നമ്മളെ പഠിപ്പിക്കും. അവിടെ നിന്ന് ഞാൻ വീണ്ടും ഈ ഉദ്യാനത്തിലൂടെ നടന്ന് ചെല്ലുമ്പോൾ കുറേ ദൂരമുണ്ട്. ഈ നടന്നു ഉദ്യാനം എന്നൊക്കെ പറഞ്ഞാൽ 1-2 ഏക്കറല്ല, 10, 50, 100 ഏക്കറാണ് ഈ ഉദ്യാനങ്ങൾ, പുൽമേടുകൾ, അതിൻ്റെ ഓരങ്ങളിൽ മനോഹരമായ മരങ്ങൾ. ഒരു ഭാഗത്തോടെ സ്ട്രീറ്റ് കടന്നു പോകുന്നു. ആ സ്ട്രീറ്റിനപ്പുറം വീണ്ടും വലിയൊരു ഉദ്യാനം എന്ന് പറഞ്ഞാൽ വലിയൊരു പാർക്ക്, ആയിരക്കണക്കിന് മരങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു പാർക്ക്, ഒരു വനം പോലെ നിൽക്കുന്ന പാർക്ക്. ഇങ്ങനെ ഈ വനത്തിനകത്താണ് ശരിക്കും പറഞ്ഞ ഒരു സിറ്റി നിൽക്കുന്നതെന്ന് വേണം തോന്നുന്നു. ആ ഭാഗത്തോടെ പോകുമ്പോൾ നമ്മൾ വീണ്ടും തെക്ക് ഭാഗത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ വലതുവശത്തായിട്ട് സ്പ്രീ നദി ഒഴുകുന്നുണ്ട് കുറേ അകലെക്കൂടെ. സ്പ്രീ എന്ന് പറയുന്ന നദി ബെർലിനിൽ കൂടെ ഒഴുകുന്നൊരു നദിയാണ്. അതിങ്ങനെ വളഞ്ഞൊഴുകുകയാണ്. ഈ വളവിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു വലിയൊരു മൈതാനത്തിൻ്റെ ഒരു വശത്തായിട്ടാണ് ഈ ചാൻസലറുടെ ഓഫീസ്. ചാൻസലറുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഒരു മോസ്റ്റ് മോഡേൺ ബിൽഡിങ്ങാണ്, ഒരു കണ്ടംപററി ശൈലിയിലുള്ള ഒരു ബിൽഡിങ്. അതായത് നമ്മൾ പഴയ പ്രസിഡന്റുമാരുടെ ഓഫീസുകളൊക്കെ ഇന്ത്യയിലേതാണെങ്കിലും മറ്റു രാജ്യങ്ങളിൽ അമേരിക്കൻ പ്രസിഡൻ്റാണെങ്കിലും ഒക്കെ കണ്ട എല്ലാം ഒരു ക്ലാസിക് നിർമ്മിതിയാണെങ്കിൽ, ജർമ്മനിയുടെ ചാൻസലറുടെ ഓഫീസ് എന്ന് പറയുന്ന ഒരു മോഡേൺ ബിൽഡിങ്ങാണ്. മോഡേൺ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടംപററി ശൈലിയിൽ പണിതിരിക്കുന്ന ബിൽഡിംഗ്. അതായത് 2000-ന് ശേഷം ആണത് പണി തീർന്നത്. അതിൻ്റെ എല്ലാ സൗന്ദര്യവും. അപ്പോൾ അവിടേക്ക് നടക്കുമ്പോൾ ഈ ഉദ്യാനത്തിനകത്ത് കുറേ ടെൻറ്റുകൾ കാണാം. നടന്നു ചെല്ലുമ്പോൾ ഈ ടെൻറ്റിൻ്റെ എല്ലാം മുമ്പിൽ ഓരോ പ്ലക്കാർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു. അതിലെല്ലാം ജർമ്മൻ ഭാഷയിലും ഇംഗ്ലീഷിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ചെല്ലുമ്പോൾ ഇന്ന് രാവിലെ വരുമ്പോൾ പോട്സ്ഡാമർ പ്ലാറ്റ്സിലെ ഒരു പ്രതിഷേധക്കാരനെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അയാളുടെ സമീപത്ത് നിന്ന ആളുകൾ പിടിച്ചിരുന്ന അതേ പ്ലക്കാർഡുകൾ, അതേ ചിഹ്നങ്ങൾ, അതേ ബാനറുകൾ ഒക്കെ, കറുത്ത കൊടികൾ, അതിലെഴുതിയിരിക്കുന്ന മുദ്രാവാക്യങ്ങളൊക്കെ പ്രകൃതി സ്നേഹികളാണ്. പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ആധുനിക ലോകരാഷ്ട്രങ്ങൾ മാറി നിൽക്കണം, അവരതിനെ മുന്നോട്ട് പോകാൻ പാടില്ല. അന്ന് ചെല്ലുമ്പോൾ കാണുന്നത് 2025 ആകുമ്പോഴേക്കും 0 പൊല്യൂഷനിലേക്ക് ലോകം എത്തിക്കണം എന്നൊക്കെ ആയിരുന്നു അവരുടെ വിഷൻ. അപ്പോൾ അവർ
ലോക തലസ്ഥാനങ്ങളിലൊക്കെ പോയി പ്രതിഷേധം നടത്തുന്നുണ്ട്. ഈ 3 ദിവസം ബെർലിനിലാണ് അവർ പ്രതിഷേധം എങ്ങനെയാണ്? വേറെ മനുഷ്യരെ ഉപദ്രവിക്കുന്ന പരിപാടിയൊന്നുമില്ല. അവർ നഗരത്തിൽ ഈ ഭാഗത്ത് ഈ ഉദ്യാനത്തിൽ ടെൻ്റ് അടിച്ച് അങ്ങ് താമസിക്കുകയാണ്. ഈ ടെൻ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണാധികാരികളും പോലീസും ഒക്കെ അനുമതി കൊടുത്തെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളിൽ അല്ല ചുമ്മാ അങ്ങ് പോയി ടെൻ്റ് അടിക്കാനൊന്നും പറ്റില്ല. അവരനുവദിച്ചിരിക്കുന്നത് മാത്രമല്ല ആ നാട്ടിലെ ജനങ്ങളും സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഇവർക്ക് അനുകൂലമാണ്. അപ്പോൾ ഇവരാരോടാ സമരം ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടുത്തെ കൺഫ്യൂഷൻ. ഇവിടുത്തെ ചാൻസലർ ഉൾപ്പെടെ ഇവരുടെ കൂടെയാണ്. അപ്പോൾ പിന്നെ ഇവരാരോടാ പ്രതിഷേധം? അപ്പം ഇത് ജനത്തിന് ലോകത്തിൻ്റെ പല ഭാഗത്ത് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ആ നാട്ടിലുള്ളവർക്കൊക്കെ ഒരു ബോധവൽക്കരണം നൽകാനുള്ളൊരു പരിപാടി മാത്രമായിട്ട് അത് മാറുകയാണ്. ഇതൊന്ന് കാണണ്ടിരിക്കണോ? യുവന്മാരുടെ പരിപാടി എന്താണെന്ന് കാണണം. ഞാൻ ഈ ടെൻ്റ് ഇരിക്കുന്ന ഭാഗത്തേക്ക് കയറി ചെന്നു. അപ്പം എനിക്കൊരു സംശയമുണ്ട്, ഇതിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്കോ അല്ലെങ്കിൽ ഇവിടെ ഈ സംഘടനയുടെ അംഗങ്ങൾക്കോ മാത്രമേ കയറി ചെല്ലാൻ പറ്റുള്ളൂ എന്നൊരു ആശങ്കയുണ്ട്. പക്ഷേ ഞാൻ ക്യാമറയായിട്ട് ഇതിനകത്തേക്ക് കയറി ചെന്നു. പല കൂടാരങ്ങൾ, 2 പേർക്ക് കിടക്കാവുന്ന കൂടാരം, ഒരാൾക്ക് കിടക്കാവുന്ന കൂടാരം, 8-10 പേർക്ക് താമസിക്കാവുന്ന കൂടാരങ്ങൾ എല്ലാം ഈ ഉദ്യാനത്തിനകത്ത് ഇങ്ങനെ അടിച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്. അതിൽ പലതിലും ഓരോ ബോർഡുകളും ബാനറുകളും എല്ലാം തൂക്കിയിട്ടിട്ടുണ്ട്. ഇവരുടെ മുദ്രാവാക്യങ്ങൾ, ഇവരുടെ ആവശ്യങ്ങൾ, ഇവരുടെ ഡിമാൻഡൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ കയറി ചെല്ലുമ്പോൾ ഒരു സ്ത്രീ അതിലൂടെ നടന്നു വരുന്നു. ഞാൻ അവരെ വിഷ് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യയിലെ ഒരു ടെലിവിഷനിൽ നിന്നാണ്. അപ്പോൾ ഇവർ കരുതിയത് ഞാൻ ഈ വാർത്ത അറിഞ്ഞിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ ഇന്ത്യയിൽ നിന്ന് വന്നതാണ്, ഞാൻ നിങ്ങളുടെ സമരപരിപാടികൾ എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. ഈ സ്ത്രീയുടെ പേര് ഫ്രാൻസിസ്ക ബ്രൗൺ എന്നാണ്. അവർക്കൊരു 10-60 വയസ്സുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ ഈ ടെൻറ്റുകളിൽ എന്താണ് ശരിക്കും നടക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഈ ടെൻറ്റുകളിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. പിന്നെ വലിയ ടെൻറ്റുകൾ ഞങ്ങളുടെ ഓഫീസാണ്. ചിലത് ഈ കോൺഫറൻസ് ഹാളുകളുണ്ട്. ടെൻറ്റിനകത്ത് തന്നെയാണ് കോൺഫറൻസ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിനകത്ത് എന്തൊക്കെ ഫെസിലിറ്റി ഒന്നുമില്ല. 2-3 ബെഞ്ചുകളുണ്ടാവും. ഞങ്ങൾ അവിടെ ഇരുന്നിട്ടാണ് ഓരോ ദിവസത്തെയും പരിപാടികൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ കലാകാരന്മാരുടെ മേക്കപ്പും റിഹേഴ്സലും നടക്കുന്ന ടെൻറ്റുകളുണ്ട്. അതായത് 6000 ആളുകൾ ഈ കൂടാരങ്ങളിൽ താമസിക്കുകയാണ്. ഒന്ന് ആലോചിക്കുക, നഗരത്തിലെ ഒരു ഉദ്യാനത്തിനകത്ത് 6000 പേര് താമസിക്കുന്ന ടെൻറ്റുകൾ, ക്യാരവനുകൾ എല്ലാം പാർക്ക് ചെയ്തിരിക്കുകയാണ്. 6000 പേര് താമസിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 3000 ഹോട്ടൽ മുറികൾ വേണം. അപ്പോൾ എത്ര ലക്ഷം, എത്ര കോടി രൂപ ഉണ്ടെങ്കിലാണ് ഇവർക്ക് 3 ദിവസം ബെർലിൻ പോലൊരു സ്ഥലത്ത് വന്ന് താമസിക്കാൻ പറ്റുക? അതിന് പകരമായി ഓരോരുത്തരും ഓരോ ടെൻറ്റുമായിട്ട് ഇങ്ങ് പോന്നിരിക്കുന്നു. ഉദ്യാനത്തിൽ ടെൻ്റ് അടിച്ചിരിക്കുന്നു. ഇതിൻ്റെ ടോയ്ലറ്റ് കോംപ്ലക്സ് വേറൊരു ഭാഗത്തുണ്ട്. അതെല്ലാം ഇവർ തന്നെയാണ് ക്ലീൻ ചെയ്യുന്നതും സംഘടിപ്പിക്കുന്നതും ഒക്കെ. അതായത് ഈ പോർട്ടബിൾ ടോയ്ലറ്റുകളാണ്. അതിങ്ങനെ അടുക്കി സ്ഥാപിച്ചിട്ടുണ്ട്. അത് വളരെ സിസ്റ്റമാറ്റിക്കാണ്, പ്രൊഫഷണലാണ്. അതുപോലെ ഈ മഴ പെയ്യുന്നത് കൊണ്ട് ഈ ഉദ്യാനത്തിലെല്ലാം ഇത്രയും 6000 ആളുകൾ, വലിയൊരു ഉദ്യാനത്തിൽ പല ഭാഗങ്ങളിലാണെങ്കിലും ഈ 6000 പേര് പ്രധാന ഓഫീസിലേക്കും ഇവർക്ക് കിച്ചണുണ്ട്. കിച്ചണിൽ ചെന്നാൽ നമുക്ക് അവിടെ ഈ മെമ്പേഴ്സിന് പോയിട്ട്, മെമ്പേഴ്സ് അല്ലാത്തവർക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ബൊഫേ ഫുഡ് അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ടീം വോളണ്ടിയേഴ്സിൻ്റെ ഒരു സംഘം ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഞാൻ ചെല്ലുന്ന സമയം ഉച്ചയാകാറായല്ലോ. അപ്പോഴത്തേക്കും ഉച്ചയ്ക്കത്തെ ഭക്ഷണം അവിടെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വോളണ്ടിയേഴ്സാണ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അത് വേറൊരു കൗണ്ടറിൽ കൊണ്ടുവന്ന് വെക്കുന്നു. ആവശ്യമുള്ളവർക്ക് പോയി കുറേശ്ശെ എടുക്കാം, കഴിക്കാം. വളരെ ഉത്തരവാദിത്വബോധത്തോടെ, ആരും വേസ്റ്റ് ആക്കുന്നില്ല, അനാവശ്യമായിട്ടൊന്നും എടുക്കുന്നില്ല. എന്നെ ഈ ഫ്രാൻസിസ്ക ഈ പല ടെൻറ്റുകളിലും പലരും താമസിക്കുന്നു. പല രാജ്യങ്ങളിൽ നിന്ന് വന്ന പ്രതിനിധികളെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ കിച്ചണിൽ കൊണ്ടുപോകുന്നു. ഒരു ചായ കുടിക്കാമല്ലേ എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞു, ഒരു ചായ കുടിക്കാം, നല്ല തണുപ്പുണ്ട്, എനിക്കൊരു ചായ കുടിക്കാൻ സമയമായി. അങ്ങനെ അവിടെ ചെന്ന് കിച്ചണിലെ പ്രവർത്തനങ്ങളൊക്കെ കാണിച്ചു തരുന്നു. അവിടുത്തെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങളിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് മനസ്സിലാകുന്നു. അവിടുന്ന് കലാകാരന്മാരുടെ ടെൻറ്റുകളിലേക്ക് എന്നെ കൊണ്ടുപോകുന്നു. കലാകാരന്മാരുടെ ടെൻറ്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ടെൻറ്റിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ 2 പേര് ഉടനെ നടക്കാൻ പോകുന്ന ഒരു പെർഫോമൻസിന് വേണ്ടി മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഈ സംഘടനയിൽ, എക്സ്റ്റൻഷൻ റിബല്യൻ എന്ന് പറയുന്ന XR സംഘടനയിൽ കലാകാരന്മാരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, ചിത്രകാരന്മാരുണ്ട്, പെർഫോമേഴ്സുണ്ട്, മ്യൂസീഷ്യന്മാരുണ്ട്, വലിയ സൈദ്ധാന്തികന്മാരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, അധ്യാപകരുണ്ട്, പ്രൊഫസർമാരുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്. ഇവരെല്ലാം ഉണ്ട്. ഇവരെല്ലാം ഈ 3 ദിവസം ബെർലിനിലെ ഈ ഉദ്യാനത്തിൽ വന്ന് താമസിക്കുകയാണ്. അതായത് സമരത്തിൻ്റെ രീതി, ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന രീതി ഒക്കെ വളരെ വ്യത്യസ്തമായി ലോകത്ത് മാറിക്കഴിഞ്ഞു. ഒരിക്കൽ ഞാൻ ലാറ്റിൻ അമേരിക്കയുടെ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ബ്യൂണസ് അയേഴ്സിൽ, അർജൻറ്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് അയേഴ്സിൽ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് ഒരു 4 മണിയോടുകൂടി ഞാൻ പുറത്തെ പല കാഴ്ചകളിലേക്ക് പോയിട്ട് ഞാൻ താമസിക്കുന്ന ഹോട്ടലിരിക്കുന്ന സ്ക്വയറിലേക്ക് വന്നു. കാരണം ബാറ്ററി ചാർജ് ചെയ്യണം. അത് കഴിഞ്ഞ് രാത്രിയിലെ കുറേ ഷോട്ടുകളിലേക്കാണ് ഇനി പോകേണ്ടത്. അപ്പോൾ ഇടയ്ക്കൊരു ചെറിയ ഇടവേളയ്ക്കായി 4 മണി കഴിഞ്ഞപ്പോൾ ഞാൻ ഹോട്ടലിൽ വന്നു. ഹോട്ടലിൽ വന്ന് ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യാൻ റൂമിലിട്ടിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങി വന്നു. ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഹോട്ടലിൻ്റെ ലോബി, അത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്, അവിടെ ഒരു കോഫി ഷോപ്പുണ്ട്. അവിടെ ഇരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കും. പുറത്തുനിന്ന് വലിയ സംഗീതം, ബാൻഡ് ശബ്ദം. ലാറ്റിൻ അമേരിക്കയിൽ ബാൻഡിനൊരു പ്രത്യേക താളമാണല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് കാപ്പി കുടിച്ചിട്ട് തെരുവിലേക്ക് ഇറങ്ങി. നമ്മുടെ ഹോട്ടൽ ഈ ബ്യൂണസ് അയേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ക്വയറുണ്ട്. ആ സ്ക്വയറിനെ ഫേസ് ചെയ്തായിരിക്കുന്നത്. അതിൻ്റെ ഒത്ത മധ്യത്തിൽ വലിയൊരു ഒബിലിസ്ക് ഉണ്ട്. ഒരു 10-15 നില കെട്ടിടത്തിന് ഉയരമുള്ള ഒരൊറ്റ തൂണ് പോലത്തെ സാധനം.
എല്ലാ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം ആരംഭിക്കുന്നത് ഈ ബ്യൂണസ് അയേഴ്സിലെ ഈ സ്ക്വയറിൻ്റെ ചുവട്ടിൽ നിന്നാണ്. ഇതൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ വൈകുന്നേരം ഈ സ്ക്വയറിൽ ധാരാളം ആളുകൾ വന്നിരിക്കും, കഥ പറഞ്ഞിങ്ങനെ ഇരിക്കും. അവർക്കുള്ള പലഹാരങ്ങൾ, അവർക്കുള്ള സ്നാക്സ് വിൽക്കുന്ന ആളുകൾ, ഐസ്ക്രീം വിൽക്കുന്നവർ ഒക്കെ ഉണ്ടാവും. വലിയൊരു ആഘോഷത്തിൻ്റെ കേന്ദ്രം. രാത്രി വൈകുന്നിടം വരെ ഇവിടെ ഇങ്ങനെ ആളുകളുണ്ടാവും. വലിയ വിസ്തൃതമായൊരു സ്ഥലമാണ്. നമ്മളങ്ങനെ നോക്കിയാൽ നോക്കത്താ ദൂരം പോലെ കിടക്കുന്ന ഒരു മാള് പോലെ, അമേരിക്കയിലെ വാഷിങ്ടൺ ഡി സിയിലെ മാൾ എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ കിടക്കുന്ന പുൽമേടുകൾ, അതിൻ്റെ രണ്ടോരങ്ങളുടെ സ്ട്രീറ്റുകൾ പോകുന്നു. ഞാൻ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ മുമ്പിൽ വലിയ ബാനറുകൾ പിടിച്ചിരിക്കുന്നു. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ബാൻഡ്, ഗംഭീര ബാൻഡ് സെറ്റ്, ഡ്രമ്മ്, ട്രംപറ്റുകൾ, ഇതൊക്കെയായിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 10, 2000, 3000 ആളുകളാണ് ഈ വരുന്നതെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ കടന്നു പോകുന്ന ആളുകളുടെ പകുതിയിലധികവും പെൺകുട്ടികളാണ്. പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ കോളേജ് വിദ്യാർത്ഥിനികളാണ്. ഈ കോളേജ് വിദ്യാർത്ഥിനികൾ വർണ്ണാഭമായ വസ്ത്രം ധരിച്ചിരിക്കുന്നത്, കളർഫുൾ ഡ്രസ്സ്, നമ്മുടെ ഈ സാമ്പാ നർത്തകർ ധരിക്കുന്ന പോലത്തെ വസ്ത്രമൊക്കെ ധരിച്ച് ഇവർ ഒരു പ്രത്യേക ഈണത്തിൽ ഡാൻസ് ചെയ്ത് ചെണ്ട കൊട്ടി പോവുകയാണ്. ഒരു ത്രില്ലിംഗ് താളമാണ്. ഇവരൊന്നും മുദ്രാവാക്യം വിളിക്കുന്നില്ല. ഇവരുടെ കയ്യിലൊരു ബാനറുണ്ട്. ഈ ബാനറിൽ പറയാനുള്ള എഴുതി വെച്ചിട്ടുണ്ട്. വലിയൊരു ഉത്സവം പോലെയാണ് അവിടുത്തെ പ്രതിഷേധം. അവിടുത്തെ പ്രസിഡന്റ് രാജിവെച്ച് സ്ഥലം വിടണമെന്നുള്ള പ്രതിഷേധം നടക്കുന്നത്. ഈ പ്രതിഷേധ പരിപാടി എന്ന് പറയുന്ന ഒരു കലാപരിപാടിയാണ്. ഇത് കാണാൻ ജനം തടിച്ചു കൂടുന്നു. ഇതൊരു സംഘമല്ല, 1000 പേരുടെ ഒരു സംഘം അങ്ങ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് പുറകെ അടുത്ത സംഘം ബാനർ പിടിച്ച് ഇങ്ങനെ ഒരു 10, 40 സംഘങ്ങൾ ഇങ്ങനെ സ്ക്വയറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്ന് രാത്രിയുള്ള പരിപാടിയെല്ലാം ക്യാൻസൽ ചെയ്തു. പെട്ടെന്ന് പോയി ക്യാമറ എടുത്തുകൊണ്ട് അങ്ങ് ഷൂട്ട് ചെയ്തു. ഒരു 3-4 മണിക്കൂർ നേരം ഷൂട്ട് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. ഇവരെന്നിട്ട് ഈ സ്ക്വയറിലേക്ക് വന്ന് സ്ക്വയർ അങ്ങ് കീഴടക്കി. സ്ക്വയറിൻ്റെ പല ഭാഗങ്ങളിൽ പല സംഘങ്ങളായുള്ള പെർഫോമൻസായി. അതിഗംഭീരമായ ഒരു അനുഭവം. എന്നിട്ട് അവിടെ വന്നൊരു പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസുകാർ എല്ലാ സ്ട്രീറ്റുകളും ക്ലോസ് ചെയ്തു. ഇനി ആരും ഇങ്ങോട്ട് കയറാൻ പറ്റുന്നതായി. പക്ഷേ ഞാൻ ഇവരുടെ ഇടയ്ക്കായി ഇതിനകത്ത് ഈ സ്ക്വയറിനകത്ത് പെട്ടു. ഞാൻ ക്യാമറയായിട്ട് നടക്കുകയാണ്. ചിലർ കുട്ടികളെയും തോളെ വെച്ച്, ചിലർ കൂട്ടുകാരെ തന്നെ തോളെ വെച്ചിട്ട്, അതിനകത്ത് ഈ പല ചാനലുകളുടെയും ക്യാമറമാന്മാരുണ്ട്. അപ്പോഴാണ് ഇതിനകത്ത് ഇത്തരം സ്ഥലത്ത് ഇവരുടെ ഓബിവാനൊന്നും ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഇവന്മാരെങ്ങനെ ഷൂട്ട് ചെയ്യുന്നറിയോ? ക്യാമറാമാനെ പ്രൊഡ്യൂസർ എടുത്ത് തോളെ വെക്കും. അവൻ 2 കാലും ഇങ്ങനെ മുമ്പോട്ടിട്ടിട്ട് ഇവൻ്റെ പെടലിലേക്ക് കയറിയിരിക്കും ക്യാമറാമാൻ. എന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. രസം എന്താണെന്നറിയോ? ഈ പ്രൊഡ്യൂസർ, ന്യൂസ് പ്രൊഡ്യൂസർ, അവനാണ് ഈ കൂടെ നിൽക്കുന്നത്. ക്യാമറാമാൻ ക്യാമറയായിട്ട് ഇവൻ്റെ തോളിൽ കയറിയിരിക്കുന്നു. ഞാൻ അതിനകത്തൊരു ഷോട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് ഈ ഡ്രംസിൻ്റെ ബീറ്റ് എന്ന് പറഞ്ഞാൽ ആരെയും അങ്ങോട്ട് ഒന്ന് നൃത്തം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്. ഈ പ്രൊഡ്യൂസർ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും ഡാൻസ് തുടങ്ങി. ഇവൻ്റെ പുറത്താണ് ഈ ക്യാമറ ഇരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊഡ്യൂസറും ഇതിൻ്റെ പുറത്തിരിക്കുന്ന ക്യാമറാമാനും പ്രൊഡ്യൂസറും കൂടെ ഈ താളത്തിലാണ് നടന്ന് ഷൂട്ട് ചെയ്യുന്നത്. ആ ചെണ്ടമേളത്തിൻ്റെ ശബ്ദമനുസരിച്ച്. അതായത് സമരം എന്ന് പറയുന്നത് അവിടുത്തെ പോലീസുകാർക്കും സമരത്തിന് വന്നവരും നാട്ടുകാർക്കും എന്തിനേറെ മീഡിയയ്ക്കും ഒരു ആഘോഷ പരിപാടിയാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ട് ലാറ്റിൻ അമേരിക്കയിലൊക്കെ സമരം നടക്കുന്ന ഒരു കാലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ നമ്മുടെ സമരത്തിൻ്റെ ശൈലിയൊക്കെ ഒന്ന് മാറ്റേണ്ട സമയമായി. എറിഞ്ഞ് തല്ലിപ്പൊട്ടിക്കുക, വെള്ളം ചീറ്റിക്കുക, മുദ്രാവാക്യം വിളിക്കുക, തെറി വിളിക്കുക, അടിച്ചോടിക്കുക, ഇതിൻ്റെയൊക്കെ കാലം പോയിട്ട് ഇതൊരു സാംസ്കാരിക പരിപാടി ആക്കേണ്ട സമയമായി. ഈ തല്ലിപ്പൊട്ടിച്ചിട്ടും വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഈ സമരം കൊണ്ട്. അപ്പോൾ പിന്നെ അത് കുറച്ചുകൂടെ മനുഷ്യനെ ആസ്വദിക്കാവുന്ന രീതിയിലും തെറി കേൾക്കാത്ത രീതിയിലും നടത്തുന്നല്ലേ ബുദ്ധി. വിപ്ലവത്തിൻ്റെ ബാലപാഠങ്ങൾ ഉൾപ്പെടെ എല്ലാം പഠിക്കുന്നത് ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ക്യൂബയിൽ നിന്നൊക്കെ ആണെങ്കിൽ ഈ മാറ്റവും കൂടെ നമ്മൾ അവിടെ നിന്ന് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞത് ഈ എക്സ്റ്റൻഷൻ റിബലിയൻകാരും വ്യത്യസ്തമായ രീതിയിൽ ഒരു സമരം നടത്തുകയാണ്. അങ്ങനെ ഇവരുടെ കലാകാരന്മാരുടെ ടെൻറ്റുകളിൽ പോയി, അതുപോലെ തന്നെ വേറൊരു ടെൻറ്റിൽ മ്യൂസിക് പരിശീലനം നടക്കുകയാണ്. അവർക്ക് വൈകുന്നേരം നടത്താനുള്ള പെർഫോമൻസിലുള്ള മ്യൂസിക്കാണ് പരിശീലനം നടത്തുന്നത്. അവിടെ എന്നെ കൊണ്ടിരുത്തി ഞാനത് ഷൂട്ട് ചെയ്യാൻ എന്നെ അനുവദിച്ചു. അപ്പോൾ എന്നെ വലിയ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ പ്രതിഷേധത്തിൻ്റെ വിവരം അറിഞ്ഞ് വന്ന മീഡിയക്കാരൻ എന്നുള്ള മട്ടിലാണ് കൊണ്ടുനടക്കുന്ന നമ്മളെ ഈ പറഞ്ഞ ഫ്രാൻസിസ്ക. അങ്ങനെ ഞാൻ അവരുടെ അഭിമുഖങ്ങളെടുത്തു. അങ്ങനെ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് ഞാൻ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഈ പ്രസിഡൻറ്റിൻ്റെ, ചാൻസലറുടെ കൊട്ടാരത്തിൻ്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ ഓഫീസിന് മുന്നിലെത്തി. അതിൻ്റെ തൊട്ട് മുറ്റത്ത് വരെ പോയി നിന്ന് അകത്തേക്ക് നമ്മളെ കയറ്റി വിടില്ലെങ്കിലും നമുക്ക് ഷൂട്ട് ചെയ്യാം. ഒരു ചോദ്യവും പറച്ചിലുമില്ല. വീണ്ടും നടന്ന് നമ്മൾ ഈ സ്പ്രീ നദിയുടെ തീരത്തേക്ക് ചെല്ലുന്നു. സ്പ്രീ നദിയുടെ തീരമൊക്കെ അതിമനോഹരമാക്കിയിരിക്കുകയാണ്. മനോഹരമാക്കുന്ന അടുത്ത കാലത്താണ് അതെല്ലാം പറയുന്നത്. അതിൻ്റെ ആ ഫ്രഷ്നെസ് ഉണ്ട്. നല്ല ഗ്രാനൈറ്റ് ബ്ലോക്കുകൾ അടുക്കി തീരമൊക്കെ അടുക്കി കെട്ടി നല്ല ഗംഭീരമായ പാലങ്ങൾ, ആളുകൾക്ക് നടന്നു പോകാൻ പറ്റുന്ന മാത്രമുള്ള മോഡേൺ ബ്രിഡ്ജുകൾ, സ്പ്രീ നദിയിലൂടെ ധാരാളം ബോട്ടുകൾ ഒഴുകുന്നു. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ബോട്ടുകൾ, യോട്ടുകൾ ഇതെല്ലാം ഒഴുകുന്നു. ഇടയ്ക്കിടയ്ക്ക് ടൂറിസ്റ്റുകളുമായിട്ട് പോകുന്ന ടൂർ ബോട്ടുകൾ ഈ പാലത്തിനടിയിൽ കൂടെ പോകുന്നുണ്ട്. ഈ പാലം ക്രോസ് ചെയ്താൽ നമ്മൾ എത്തുന്നത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും പണ്ടവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അത് 2ാം ലോകമഹായുദ്ധത്തിൽ തകർന്നതിന് ശേഷം ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, 90കളുടെ അവസാനം വരെ 2000 ആണ്ടിൻ്റെ ആദ്യം വരെ ആ റെയിൽവേ സ്റ്റേഷൻ നമ്മളീ പറഞ്ഞ ജർമ്മനിയുടെ
ഈ ബെർലിനിലെ പ്രധാന റെയിൽവേ സ്റ്റേഷൻ ഉപേക്ഷിക്കപ്പെട്ട മട്ടി കിടക്കുകയായിരുന്നു. അടുത്ത കാലത്താണ് അത് പുനർനിർമ്മിച്ചത്. അതിന് ഏറ്റവും മോഡേണായ ഒരു റെയിൽവേ സ്റ്റേഷനായിട്ടാണ് അത് രൂപീകരിച്ചിരിക്കുന്നത്. നാളെ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഹൈസ്പീഡ് ട്രെയിനിൽ വേണം എനിക്ക് യാത്ര തുടരാൻ. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് കണ്ടുവെച്ചത് നന്നായി. അവിടെ നിന്ന് തിരിച്ച് ഞാൻ വീണ്ടും ഈ ബ്രാൻഡൻബർഗ് ഗേറ്റിൻ്റെ സമീപത്തേക്ക് വന്നു. കാരണം അതിൻ്റെ മുന്നിലൂടെ നീണ്ടു കിടക്കുന്ന ആ ബെർലിൻ്റെ രാജപാതയുണ്ടല്ലോ, ആ രാജപാതയുടെ രണ്ടു വശത്തുമുള്ള ചരിത്ര നിർമ്മിതികൾ പലതും ഈ രണ്ടാം ലോകമഹായുദ്ധത്തിൽ തകർക്കപ്പെട്ടതോ ഭാഗികമായി തകർക്കപ്പെട്ടതോ തീരെ തകർക്കപ്പെടാത്തതോ ആണ്. അപ്പോൾ ഈ ബ്രാൻഡൻബർഗ് ഗേറ്റിൽ നിന്ന് ഞാൻ വീണ്ടും വടക്കോട്ട് സഞ്ചരിക്കുകയാണ്. ഈ വടക്കോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പണ്ട് അല്ലെങ്കിൽ 1990-കൾ വരെ, 90-ൻ്റെ ആദ്യം വരെ അത് കിഴക്കൻ ജർമ്മനിയുടെ ഭാഗമായിരുന്നു. അവിടെ ഒരു ചെക്ക് പോയിൻ്റ് ആയിരുന്നു. അവിടുന്ന് അങ്ങോട്ട് ആർക്കും കടക്കാൻ പറ്റുമായിരുന്നില്ല. ഈ നഗരത്തിൽ ജീവിക്കുന്നവർക്ക് തന്നെ ആ ബെർലിൻ്റെ കിഴക്കൻ ഭാഗത്തേക്ക്, അത് മറ്റൊരു പ്രത്യയശാസ്ത്രത്തിൽ ജീവിക്കുന്ന, മറ്റൊരു ഭരണ സംവിധാനത്തിൽ ജീവിക്കുന്ന ജനങ്ങളായിരുന്നു. സ്വന്തം ബന്ധുക്കൾ, സഹോദരങ്ങൾ, മക്കൾ, മാതാപിതാക്കൾ ഒക്കെ ആയിരിക്കും അപ്പുറേ. പക്ഷേ ഒരു മതിൽ കൊണ്ട് ഒരു ജനവിഭാഗത്തെ വേർതിരിച്ച് ക്യാപിറ്റലിസവും കമ്മ്യൂണിസവും എന്നുള്ള രണ്ട് പ്രത്യയശാസ്ത്രങ്ങളുടെ പേരിൽ ഈ ബ്രാൻഡൻബർഗ് ഗേറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ജനങ്ങൾ വിഭജിക്കപ്പെട്ടു പോയ ഒരു ദീർഘകാലം, 60-കൾ മുതൽ 90-കൾ വരെ ഒരു 30 വർഷത്തോളം അന്ന് ദുരിതപൂർണമായൊരു പ്രദേശമായിരുന്നു ഇവിടെ. പക്ഷേ ഇന്ന് അവിടെ മനോഹരമായൊരു സ്ക്വയറാക്കി മാറ്റി. ആ പഴയ കറുത്ത ദിനങ്ങളുടെ എല്ലാ ഓർമ്മ മായ്ക്കുന്ന മട്ടിൽ ഗംഭീരമായൊരു സ്ക്വയർ അവിടെ രൂപപ്പെടുത്തി. ആ സ്ക്വയറിൻ്റെ പേര് പാരീസർ പ്ലാറ്റ്സ് എന്നാണ്. ഈ പാരീസർ പ്ലാറ്റ്സും ഈ പറഞ്ഞ പോലെ സ്ക്വയറുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ വളരെ ആഘോഷത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. അതായത് നമ്മുടെ വീട്ടിൻ്റെ പൂമുഖത്തേക്ക് ഒരു അതിഥി വന്നാൽ അവിടെ ആയിരിക്കുമല്ലോ ഏറ്റവും മനോഹരമായിട്ട് ഒരുക്കി വെക്കുക. യൂറോപ്പിലും പാശ്ചാത്യ നാടുകളിലൊക്കെ അല്ലെങ്കിൽ അറബി നാടുകളിൽ പോലും ഇപ്പോൾ സ്ക്വയറുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ പൂമുഖങ്ങളാണ്. ആ നാട്ടിലേക്ക് സന്ദർശകരായി എത്തുന്നവർ ആദ്യം ആ നഗരത്തെ അനുഭവിക്കാനെത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചുറ്റും അതിൻ്റെ പരിസരങ്ങളും ഒക്കെ ഏറ്റവും ഗംഭീരവും പ്രൗഢവുമായിട്ട് അവർ ഒരുക്കി വെക്കും. സ്ക്വയറുകളാണ് അവരുടെ ആഠ്യത്വത്തിൻ്റെ പ്രതിഫലനം. ആ നാടിനെക്കുറിച്ച് ഒരു സഞ്ചാരി മനസ്സിൽ സൂക്ഷിക്കുന്ന ഓർമ്മ ആ സ്ക്വയറിലെ ഓർമ്മകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും വൃത്തിയായി, ഏറ്റവും കലാപരമായി, ഏറ്റവും ക്ലാസിക് മന്ദിരങ്ങൾ കൊണ്ട് അതിരിട്ട്, ഏറ്റവും ഗംഭീരമായ കുതിരവണ്ടികൾ ഒരുക്കി നിർത്തി, ടൂറിസ്റ്റുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി, സുവനീർ ഷോപ്പുകളും ഭക്ഷണശാലകളും ഒരുക്കി നിർത്തുന്ന ഒരു സ്ഥലമായിരിക്കും സ്ക്വയർ. അപ്പോൾ ഈ പാരീസർ പ്ലാറ്റ്സ്, ജർമ്മൻ ഭാഷയിൽ സ്ക്വയറിന് പ്ലാറ്റ്സ് എന്നാണ് പറയുക. ആ പ്ലാറ്റ്സിൽ ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ ഒരാൾ സൈക്കിൾ എൻ്റെ നേരെ വരുന്നു. എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് സൈക്കിൾ നിർത്തി. അയാൾ തലയിലെ തൊപ്പി, ഈ ഹെൽമെറ്റ് പോലത്തെ സാധനം ഊരിയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇന്നയാളല്ലേ? ഞാൻ പറഞ്ഞാൽ അതെ. മലയാളിയാണ്. പുള്ളി ഒരു 3 മാസം മുമ്പ് അവിടെ വന്നതാണ്. ഒരു പഠിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇന്ന് കുട്ടികൾ പോകുന്ന പോലെയാണ്. പാർട്ട് ടൈമായിട്ട് പകൽ എവിടെയോ പോയി കുറച്ച് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കിട്ടുന്ന പൈസ കൊണ്ട് ഇപ്പോൾ ജീവിച്ച് പോവുകയാണ്. സൈക്കിൾ ഒരെണ്ണം മേടിച്ചു. ഈ സൈക്കിളിലാണ് പുള്ളിയുടെ സഞ്ചാരം. അപ്പം പൈസ അധികം ചിലവില്ലല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇവിടുത്തെ ജീവിതമൊക്കെ ഇങ്ങനെയാണ്, ഞാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിത്തം നടക്കുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഒരു ടെമ്പററി ജോലി കിട്ടിയിട്ടുണ്ട്. ഒരു ഷോപ്പിലാണ് പണി കിട്ടിയിരിക്കുന്നത്. വൈകുന്നേരം വരെ ആ ഷോപ്പിൽ കുറച്ച് പണിയുണ്ട്. ഏതായാലും കുറേ നേരം ആ കഥയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പോയി. ഞാൻ ഈ പാരീസർ പ്ലാറ്റ്സിൽ നിന്ന് നീണ്ടു കിടക്കുന്ന വലിയൊരു, ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ പഴയ ഒരു രാജപാതയാണ്, നല്ല വീതിയുള്ള പാത. അതിൻ്റെ ഓരങ്ങളിലാണ് പണ്ടത്തെ പ്രതാപമുള്ള കെട്ടിടങ്ങൾ, യൂണിവേഴ്സിറ്റികൾ, കൊട്ടാരങ്ങൾ, കത്തീഡ്രലുകൾ, ഇതെല്ലാം ഉള്ളത്. ഗംഭീരമായ നിർമ്മിതികളെല്ലാം ഉള്ളത്. അപ്പോൾ ആ സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. ആ സ്ട്രീറ്റിൻ്റെ പേര് ഉണ്ടർ ഡെൻ ലിൻഡൻ സ്ട്രീറ്റ് എന്നാണ്. വിചിത്രമായ പേരൊക്കെയാണ്, നമുക്ക് മലയാളികൾക്ക് പറയാൻ വലിയ പാടാണ്. ഉണ്ടർ ഡെൻ ലിൻഡൻ സ്ട്രീറ്റ്. ആ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ ആദ്യം നമ്മൾ നടന്നു തുടങ്ങുമ്പോൾ വലതുവശത്ത് കാണുന്നത് US-ൻ്റെ എംബസിയാണ്. US എംബസി സ്വാഭാവികമായിട്ടും അവരുടെ ഏറ്റവും പ്രതാപത്തോടെയുള്ളൊരു ഓഫീസ്. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ ചെന്ന് കഴിയുമ്പോൾ റഷ്യൻ എംബസിയാണ്. ഇപ്പം നമുക്കറിയാം ജർമ്മനിക്ക് അല്ലെങ്കിൽ ബെർലിനിൽ റഷ്യക്ക് വലിയ സ്വാധീനം പഴയതുപോലെയില്ല. കിഴക്കൻ ജർമ്മനി ഉണ്ടായിരുന്ന കാലത്തുള്ള പോലെയില്ല. ഇപ്പോൾ കൂടുതൽ സ്വാധീനം അമേരിക്കയ്ക്കായിരിക്കാം, US എംബസിക്കായിരിക്കാം. അതിലൂടെ വീണ്ടും നമ്മൾ നടക്കുമ്പോൾ ഈ പറഞ്ഞ പ്രൗഢമായ നിരവധി കെട്ടിടങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ കടന്ന് നമ്മൾ ചെല്ലുമ്പോൾ ഒരു വലിയ മറ്റൊരു സ്ക്വയറിലേക്ക് ചെല്ലുകയാണ്. മനോഹരമായ സ്ക്വയറിൽ ഇതിന് ചുറ്റും ക്ലാസിക് രൂപഭാവങ്ങളുള്ള കുറേ കെട്ടിടങ്ങൾ. ഹംബോൾട്ട് യൂണിവേഴ്സിറ്റി, ഇതെനിക്കറിയുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഹംബോൾട്ട് യൂണിവേഴ്സിറ്റി വളരെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിക്ക് മുമ്പ് വമ്പനൊരു സ്ക്വയറാണ്. ഞാൻ ആ സ്ക്വയറിലേക്ക് കയറി ചെന്നു. ഇതിന് ചുറ്റും ഓപ്പറ ഹൗസുണ്ട്, വലിയൊരു കത്തീഡ്രലുണ്ട്, അതിൻ്റെ ഓരത്ത് യൂണിവേഴ്സിറ്റി ലൈബ്രറി ഉണ്ട്. ഇങ്ങനെ പ്രൗഢമായ കെട്ടിടങ്ങൾ അതിരിടുന്ന ഒരു സ്ക്വയർ. ഈ സ്ക്വയറിൽ ധാരാളം സഞ്ചാരികളുണ്ട്. ടൂറിസ്റ്റുകളെ ഗൈഡുകൾ കൊണ്ടുവന്ന് കഥകൾ കാണിക്കുന്നുണ്ട്. ഈ സ്ക്വയറിൻ്റെ നടുക്കൊരു ഭാഗത്ത്, കല്ല് വിരിച്ച സ്ക്വയറാണല്ലോ, അതിൻ്റെ മധ്യഭാഗത്ത് ഒരു ഭാഗം ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ ഗ്ലാസിൻ്റെ മുകളിൽ നടക്കാം. ഈ ഗ്ലാസിൻ്റെ മുകളിൽ ചെന്ന് നോക്കുമ്പോൾ താഴെ കുറേ ഷെൽഫുകൾ അടുക്കി വെച്ച ഒരു മുറിയാണ് നമ്മൾ കാണുന്നത്. മനോഹരമായിട്ട് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പം അടിയിലൊരു നിലയിൽ ഷെൽഫുകൾ മാത്രം, ഒഴിഞ്ഞ ഷെൽഫുകളുള്ള
വലിയൊരു മുറി. ഇതൊരു സ്മാരകമാണ്. 1933 ഈ നാസി പാർട്ടി ജർമ്മനിയിൽ വലിയ ഇൻഫ്ലുവൻസായി വളർന്നു. അതായത് വ്യത്യസ്തമായൊരാശയം, ഒന്നാം ലോകമഹായുദ്ധത്തിൽ തകർന്നു കിടന്ന ജർമ്മനിയെ ഹിറ്റ്ലർ എന്ന് പറയുന്ന നമ്മുടെ ഒരു യുഗപുരുഷൻ ഇതാ പുതിയൊരു മൂന്നാം ജർമ്മൻ സാമ്രാജ്യം സൃഷ്ടിച്ച് യൂറോപ്പ് മുഴുവൻ നമ്മുടെ അധീനതയിലാക്കി ലോകത്തെ ഏറ്റവും സമ്പന്നമായൊരു ശക്തിയാക്കി നമ്മൾ മാറാൻ പോകുന്നു എന്ന വലിയൊരു സ്വപ്നം കൊടുത്ത് ഇനി ലോകത്തെ ഭരിക്കാൻ പോകുന്ന നമ്മൾ ജർമ്മൻകാരായിരിക്കും, ഈ ആര്യരക്തക്കാരായിരിക്കും, ബാക്കിയുള്ള അലവലാദികളെല്ലാം നമ്മൾ ഇവിടുന്ന് നാട് കടത്തും, ജൂതന്മാർ നമ്മളെ കുറേ നാളായിട്ട് ചൂഷണം ചെയ്യുന്നു, അവന്മാർ ചെറിയ ന്യൂനപക്ഷമാണെങ്കിലും അവന്മാരുടെ കയ്യിലാണ് സമ്പത്ത്, അവന്മാരുടെ കയ്യിലാണ് വ്യവസായം മുഴുവൻ, അവരുടെ കയ്യിലാണ് ബാങ്കുകൾ മുഴുവൻ, അവന്മാരെ ഒന്നൊഴിയാതെ നമുക്ക് ഇവിടുന്ന് ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ അവൻ്റെ സമ്പത്ത് മുഴുവൻ നമ്മുടെ രാജ്യത്തിൻ്റെതാവും. അങ്ങനെ ആര്യവംശജരായ ആര്യരക്തക്കാരായ നമ്മൾ ജർമ്മൻകാർ തന്നെ ലോകത്തെ അടുത്ത 1000 വർഷം ഭരിക്കുമെന്ന സ്വപ്നമൊക്കെ കൊടുത്ത് ഈ ജർമ്മനിയിൽ മുഴുവൻ ആളുകളെ ഇളക്കി മറിച്ച് ഹിറ്റ്ലർ പല അട്ടിമറികളിലൂടെയൊക്കെ അധികാരത്തിൽ വന്ന് ആ സമയമാണത്. അപ്പോൾ ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റികളിലും വലിയ വിപ്ലവം ഉണ്ടായി. നിരവധി ആളുകൾ, ചെറുപ്പക്കാരെല്ലാം ഇതിൽ ആകർഷകരായി. ഇയാളുടെ ത്രസിപ്പിക്കുന്ന പ്രസംഗം കേട്ട് എല്ലാവരും ആവേശഭരിതരായി. അങ്ങനെ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥി സംഘടനകൾ വരെ നാസി പാർട്ടിയുടെ സംഘടനകളായി. അവരെന്ത് ചെയ്യുന്നു? ഹിറ്റ്ലറുടെ ഈ പ്രസംഗം കേട്ട് നാസികളുടെ പ്രത്യയശാസ്ത്രത്തിനെതിരെ നിൽക്കുന്ന, ആര്യരക്തത്തിനെതിരായി നിൽക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളുടെയും എല്ലാ ചരിത്രത്തിൻ്റെയും രേഖകൾ മുഴുവൻ കത്തിക്കുന്ന ഒരു പ്രസ്ഥാനം ആരംഭിച്ചു. അത് ജോസഫ് ഗീബൽസ് എന്ന് പറയുന്ന ആളായിരുന്നു അതിൻ്റെ പ്രധാന നേതാവ്. ഗീബൽസ് അറിയാമല്ലോ, ഇയാളുടെ നാസി പാർട്ടിയുടെ പ്രചാര വിഭാഗം തലവനായിരുന്നു. ഈ നുണ 10 തവണ പറഞ്ഞാൽ സത്യമായി മാറുമെന്ന് കണ്ടുപിടിച്ച മഹാനാണ് അദ്ദേഹം. അങ്ങനെ ഈ ഹംബോൾട്ട് യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയിൽ നിന്ന് അവിടുത്തെ വിദ്യാർത്ഥി, ഈ നാസി പാർട്ടിയുടെ അംഗങ്ങളായിരുന്ന വിദ്യാർത്ഥി വിഭാഗം 10-30,000-ഓളം പുസ്തകങ്ങൾ, ചരിത്രത്തിൻ്റെ ഇവർക്കിഷ്ടപ്പെടാത്ത വേർഷൻ, യഥാർത്ഥ ലോകചരിത്രത്തെ മുഴുവൻ ശേഖരിച്ചു കൊണ്ടുവന്ന് ഈ സ്ക്വയറിലിട്ട് കത്തിച്ചു കളഞ്ഞു. അങ്ങനെ ജർമ്മനിയിലെ വിവിധ യൂണിവേഴ്സിറ്റികൾ ഈ സ്ഥിരം പരിപാടിയായി മാറി. അങ്ങനെ കത്തിച്ചതിൻ്റെ സ്മാരകമായിട്ട് 1995 ശേഷം, പിന്നീട് ഈ ജർമ്മനി ഏകീകരിക്കപ്പെട്ടതിന് ശേഷം, ഈ ദുരന്തകാലത്തിൻ്റെ, ആ കഷ്ടകാലത്തിൻ്റെ സ്മാരകമായിട്ട് അവരിങ്ങനെ ഭൂമിക്കടിയിൽ ഒരു എംറ്റി ലൈബ്രറി, അതായത് ശൂന്യമാക്കപ്പെട്ട ലൈബ്രറി എന്ന് പറയുന്ന സ്മാരകം പണിതു വെച്ചിരിക്കുകയാണ്. പ്രതീകാത്മകം, അവിടെ എന്ത് പണിതാലും പറഞ്ഞില്ലേ, അതിൻ്റെ മുകളിൽ നിന്ന് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. അകത്ത് പുസ്തകങ്ങളില്ലാത്ത റാക്കുകൾ മാത്രമുള്ള ഒരു ലൈബ്രറിയെ കുഴിച്ചു മൂടിയ മട്ടിൽ മണ്ണിനടിയിൽ നമ്മളിങ്ങനെ ചില്ലിന് മുകളിൽ കാണുകയാണ്. എത്ര ഭംഗിയായിട്ടാണ്, ഒരു പ്രതീകാത്മകമായിട്ടാണ് ഒരു സ്മാരകം പണിതു വെച്ചിരിക്കുന്നത്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതിൻ്റെ ചുറ്റും ഈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു പള്ളിയുണ്ട്, ഒരു കത്തീഡ്രലുണ്ട്. അതിനകത്ത് ആ പള്ളിയിലും ഈ പറഞ്ഞ 2ാം ലോക മഹായുദ്ധകാലത്ത് നടന്ന നിരവധി സംഭവങ്ങൾക്ക് വേദിയായിരുന്നു. അവിടുത്തെ പള്ളി വികാരിയെ നാസികൾ പിടിച്ചുകൊണ്ട് പോവുകയും ക്രൂരമർദ്ദനത്തിൻ്റെയാക്കുകയും ചെയ്തു. എന്തിനാണ്? കുറേ ജൂതന്മാരെ ആ പള്ളിയിൽ സംരക്ഷിച്ചതിൻ്റെ പേരിൽ. അങ്ങനെ നിരവധി കഥകൾ ഉറങ്ങുന്ന കെട്ടിടങ്ങളുള്ള സ്ക്വയറിലാണ് നമ്മൾ നിൽക്കുന്നത്. ബെർലിൻ്റെ ഒരു സ്ക്വയർ ഇഞ്ചിൽ നിൽക്കുമ്പോഴും 10,000 കഥകൾ നമുക്ക് പറയാനുണ്ടാവും. ആയിരക്കണക്കിന് ആളുകളുടെ ചോരയുടെ കഥകൾ പറയാനുണ്ടാവും, കണ്ണീരിൻ്റെ കഥകൾ പറയാനുണ്ടാവും, കുടുംബങ്ങൾ തകർന്നു പോയതിൻ്റെ കഥകൾ പറയാനുണ്ടാവും, മക്കളെയും കാമുകിയെയും കാമുകനെയും മാതാപിതാക്കളെയും വേർപിരിഞ്ഞതിൻ്റെ, ഒരിക്കലും കാണാൻ കഴിയാത്ത 2 ലോകത്തായി പോയതിൻ്റെ കഥകൾ പറയാനുണ്ടാവും. പിന്നീട് യുദ്ധാനന്തരം വിഭജിക്കപ്പെട്ട് ദുരിതപൂർണമായ കൊടിയ യാതനകൾ അനുഭവിച്ചതിൻ്റെ കഥകൾ പറയാനുണ്ടാവും. അങ്ങനെ ആ കഥകളെല്ലാം പുറത്തിങ്ങനെ ഒപ്പിയെടുത്തിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഈ ഹാംബൾട്ട് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലേക്ക് വീണ്ടും ചെന്നു. ഈ ഹാംബൾട്ട് യൂണിവേഴ്സിറ്റിയെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് ഞാനിത് ഓർക്കുന്നത്. ഞാൻ ഒരു 2001 ആദ്യമായിട്ട് ജർമ്മനിയിലൂടെ യാത്ര നടത്തി. ആ കാലത്ത് ഞാൻ ഈ ഹാംബൾട്ട് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ ഒരിക്കൽ വന്നിട്ടുണ്ട്. അത് പിന്നെയാണ് ഞാൻ ഓർത്തത്. അപ്പോഴാണ് ഞാൻ അക്കാര്യം ഓർക്കുന്നത്. അത് ഓർത്തിരിക്കാനൊരു കാരണമുണ്ട്. ഈ സ്ട്രീറ്റിൻ്റെ ഈ ഭാഗത്ത് എവിടെയോ ഒരു ഹോട്ടലിലാണ് അന്നൊരു പാക്കേജ് ടൂറിൻ്റെ ഭാഗമായിട്ട്, ഒരു ഗ്രൂപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ട് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ആരംഭിച്ച് ചെക്ക് റിപ്പബ്ലിക്ക്, പോളണ്ട്, ബലാറസ്, റഷ്യ, ഫിൻലൻഡ്, സ്വീഡൻ, ഡെൻമാർക്ക് ഒക്കെ പിന്നിട്ട് വീണ്ടും ഈ ബെർലിനിൽ വന്ന് തിരിച്ച് ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോകുന്ന വഴി ബെർലിനിൽ ഒരു ദിവസം താമസിച്ചു. 10-25 ദിവസം നീണ്ട ഒരു യാത്രയായിരുന്നത്. അങ്ങനെ ഈ പാക്കേജ് ടൂറിൻ്റെ ഭാഗമായിട്ട് ബസ്സിൽ വിവിധ രാജ്യക്കാരായ ആളുകളാണ്. ഞാനും എൻ്റെ ഒരു സുഹൃത്തായ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ബേബിച്ചായൻ എന്ന് പറയുന്ന ഇന്ന് ഏതാണ്ട് 85 വയസ്സുള്ള ആ ഒരു സഹയാത്രികനും മാത്രമാണ് ഞങ്ങൾ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ. ബാക്കി മുഴുവൻ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ രാവിലെ 9 മണിക്ക് യാത്ര പുറപ്പെടുകയുള്ളൂ. ബസ്, ഈ ടൂർ കമ്പനി അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഹോട്ടലിൽ നിന്ന് 9 മണിക്ക് റെഡിയായാൽ മതി. കാരണം അന്നത്തെ ദിവസം മുഴുവൻ ബെർലിനിലെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് നടന്നു, ആ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നു. അപ്പോൾ ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഇന്നത്തെ ദിവസം പോലെ തന്നെയാണ്, നല്ല തണുപ്പുള്ള കാലമാണ്. ഡിസംബർ മാസത്തിലായിരുന്നു ഇത്.
അങ്ങനെ വന്ന് നടന്ന് ഞാൻ എത്തിയത് ഈ സ്ക്വയറിലേക്കാണ്. ജർമ്മനിയുടെ ഏകീകരണം കഴിഞ്ഞിട്ട് അധികകാലമായിട്ടില്ല. അപ്പോൾ ഈ പണികളെല്ലാം ത്വരിതഗതി നടക്കണം. പക്ഷേ അന്ന് എനിക്ക് ഇത്ര ചരിത്രം അറിയില്ല, ഈ ഓരോ കെട്ടിടത്തിനും ഇത്രയും കഥയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു പൊട്ടനെ പോലെ നിന്ന് ഞാനിതെല്ലാം പകർത്തിയെടുക്കും. ഇതെല്ലാം അന്ന് അത്ഭുതമാണ്. 2001 ആദ്യമായിട്ട് ജർമ്മനി ചെല്ലുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൗതുകത്തോടെ ഇതെല്ലാം നിന്ന് പകർത്തിയെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ 9 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് തിരിച്ച് ഹോട്ടലിൽ ചെല്ലുകയും വേണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു അപ്പൂപ്പൻ എൻ്റെ മുന്നിലേക്ക് വരുന്നു. അന്ന് എനിക്ക് തോന്നുന്ന ഒരു 85 വയസ്സെങ്കിലും ഉള്ള ഒരാളാണ്. അയാൾ കുറേ നേരം ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത് ഒരു കുടയും ചൂടി പിടിച്ച് ഇങ്ങനെ ഈ മഴയത്ത് നിന്ന് ഷൂട്ട് ചെയ്യുന്നത് കണ്ടു. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കുടയുണ്ട്, ചെറിയ ചാറ്റൽ മഴയേ ഉള്ളൂ. കുറച്ച് നേരം കണ്ടു കഴിഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, എവിടുന്നാണെന്ന് ചോദിച്ചു. എൻ്റെ രൂപം കണ്ടിട്ടായിരിക്കണം. ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ നിന്നാണ്. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ? ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് സംസാരിക്കും. ഇത് നിങ്ങളിപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്നത് എന്താണെന്നറിയുമോ? ഞാൻ പറഞ്ഞു ഒരു പാലസാണെന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞു അല്ല, ഇതൊരു യൂണിവേഴ്സിറ്റിയാണ്, ഹാംബൾട്ട് യൂണിവേഴ്സിറ്റി. കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ലായിരുന്നു അന്ന്. ഇന്ന് എൻ്റെ പ്രേക്ഷകർ പലരും അത് കേട്ടിട്ടുണ്ടാവാനിടയില്ല. ഇത് ഇവിടുത്തെ ജർമ്മനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊന്നാണ്. 1810 ആരംഭിച്ച യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ എനിക്ക് കഥ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്യാനൊക്കെ മറന്നുപോയി ആ സമയത്ത്. അപ്പോൾ ഇദ്ദേഹം ഇംഗ്ലീഷ് പറയുന്നത് ഞാൻ കേട്ട് നിൽക്കുക. പുള്ളി ഇങ്ങനെ വളഞ്ഞാൽ നിൽക്കുന്ന ഒരു വളരെ പ്രായമായ മനുഷ്യൻ. എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ഞാനൊരു ട്രാവലോഗ് ഷൂട്ട് ചെയ്യുകയാണ്, ലോകരാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചൊരു പരിപാടിയാണ്. പുള്ളി പറഞ്ഞു, ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയവരിൽ 30-ലേറെ പേർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതറിയോ? ഈ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഈ പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും ഒരു ക്യാമ്പസിലുള്ള ഒരു കെട്ടിട കോംപ്ലക്സാണ്. അതായത് നമ്മളൊരു കോളേജ് എന്ന് വിളിക്കുന്ന, ഉദാഹരണത്തിന് കോട്ടയം CMS കോളേജ്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ കോളേജ്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കോളേജ് എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ മഹാരാജാസ് കോളേജ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ക്യാമ്പസിലുള്ള ഒരു കെട്ടിട കോംപ്ലക്സിന് അതിനകത്ത് ആ കോളേജ് എന്നതിനേക്കാൾ യൂണിവേഴ്സിറ്റി എന്നാണ് അവർ വിളിക്കുക. ഈ ഹാംബോൾട്ട് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു ക്യാമ്പസിനകത്തുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1-2 ക്യാമ്പസുകൾ അതിന് പുറത്തു കൊണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ 1800-കളിലൊക്കെ തുടങ്ങുമ്പോൾ യൂണിവേഴ്സിറ്റി എന്ന് പേരെങ്കിലും ഈ ഒരൊറ്റ ക്യാമ്പസാണ് അതിനകത്ത്. ഇന്നവിടെ ഏതാണ്ട് 30,000-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. 2,000-ലധികം അധ്യാപകർ, പ്രൊഫസേഴ്സ് ഉണ്ട് ഇന്നവിടെ. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഈ കോളേജിലാണ് 30-ലേറെ പേർക്ക് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയവർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയെന്ന് ഈ മനുഷ്യൻ പറയുന്നത്. അപ്പോൾ എനിക്കതൊരു വിശ്വാസം വരും. കാരണം 2001 ആയപ്പോൾ പോലും നമ്മൾക്ക് ഇന്ത്യയിൽ 1-2 പേർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളൂ. രവീന്ദ്രനാഥ് ടാഗോറിന് കിട്ടിയിട്ടുണ്ട്, മദർ തെരേസയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയമായി, ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇത്രയും കാലത്തിനിടയ്ക്ക് 2 പേർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളെങ്കിൽ ഇവിടെ ഒരൊറ്റ കോളേജിൽ പഠിച്ചിറങ്ങിയ 30 പേർക്ക് ഈ നൊബേൽ പ്രൈസ് കിട്ടിയെന്ന് പറയുന്നത് അതെനിക്ക് അത്ര വിശ്വാസം വന്നില്ല. അപ്പോൾ ഇദ്ദേഹം പിന്നെയും കുറേ കഥകളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ആൽബർട്ട് ഐൻസ്റ്റീൻ എവിടെയാണ് പഠിച്ചിരുന്നത് നിനക്കറിയോ? ഞാൻ പറഞ്ഞു സ്വിറ്റ്സർലൻഡിലായിരുന്നില്ലേ? അല്ല, അദ്ദേഹത്തിൻ്റെ പ്രധാന വിദ്യാഭ്യാസം ഈ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അതുപോലെ എത്ര പേര്. ഇത്രയും പറഞ്ഞിട്ട് ഈ മനുഷ്യനങ്ങ് നടന്നുപോയി മഴയത്ത്. അപ്പോൾ എനിക്കപ്പോഴും ഒരു വിശ്വാസം വന്നില്ല സത്യത്തിൽ ഇങ്ങേരി പറയുന്നത് നേരാണെന്ന്. ഞാൻ ആ യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് ഞാൻ അന്ന് അന്വേഷിച്ചു, ഈ ഹാംബൾട്ട് യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് സെർച്ച് ചെയ്തു, അന്വേഷിച്ചു, കിട്ടാവുന്ന വിവരങ്ങൾ ശേഖരിച്ചു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ അധ്യാപകൻ എന്ന് പറഞ്ഞ ഈ വൃദ്ധൻ എന്നോട് പറഞ്ഞത് ശരിയല്ല, തെറ്റാത്. സംഭവം എന്താ അറിയോ? നിങ്ങളും ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ആ യൂണിവേഴ്സിറ്റി പഠിച്ചവരും പഠിപ്പിച്ചവരുമായ 55 പേർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരൊറ്റ കോളേജ് 55 പേരെ നൊബേൽ സമ്മാന ജേതാക്കളാക്കി മാറ്റിയെങ്കിൽ അത് എന്തൊരു യൂണിവേഴ്സിറ്റിയാണ്, എന്തൊരു കോളേജാണ്. ആൽബർട്ട് ഐൻസ്റ്റീനെ പോലുള്ള ആളുകളെ വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതിൻ്റെ മുന്നിലാണ് ഞാൻ വീണ്ടും പോയി നിൽക്കുന്നത്. ആ ചരിത്രം ഉറങ്ങുന്ന, ത്രസിപ്പിക്കുന്ന, വിദ്യാഭ്യാസം എന്തെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മളൊക്കെ പഠിക്കേണ്ട ആ കലാലയത്തിൽ നിന്ന് മുമ്പിൽ നിന്ന് ചിത്രീകരണം നടത്തിക്കൊണ്ട് ഞാൻ അവിടെ നിന്ന് കുറേ നേരം. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.